യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പള്ളിക്കൂദാശക്കാലം 3-ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ നമ്മെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയിൽ സമാഗമ കൂടാരത്തിൽ പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന കൂടെയുള്ള ഒരു ദൈവമാണ്. 3-ാം വായനയായ എബ്രായർക്കുള്ള ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ ബലിയർപ്പണത്തെക്കുറിച്ചാണ്. പ്രധാന പുരോഹിതൻ ബലിയർപ്പിക്കാനായി തൻ്റെയും ജനങ്ങളുടെയും പാപപരിഹാരത്തിനായി രക്തവുമായി പ്രവേശിക്കുന്നു. ദൈവ ആലയത്തെക്കുറിച്ചുള്ള പ്രത്യേകതയും ബലിയർപ്പണ രീതിയുടെ ആചാരങ്ങളും വ്യക്തമാക്കുകയും തുടർന്ന് നിത്യപുരോഹിതനായ ക്രിസ്തു എന്നേക്കുമായി ബലി അർപ്പിച്ചുകൊണ്ട് രക്തം വിലയായി നൽകിക്കൊണ്ട് ലോകം മുഴുവനെയും രക്ഷിക്കുന്ന സംഭവമാണ് വിവരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായനയിൽ ഈശോ ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പുറത്താക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയും യേശുവിൻ്റെ സ്വന്തം ശരീരമായ പുതിയ ആലയത്തെക്കുറിച്ചുള്ള പ്രവചനവും ദേവാലയ ശുദ്ധീകരണത്തിൽ ഊന്നി പറയുകയാണ്. തുടർന്ന് ദൈവ ആരാധനയെ ദുഷിപ്പിക്കുന്ന പ്രവൃത്തികളെ യേശു അവസാനിപ്പിക്കുകയാണ്. ദേവാലയം എത്ര പവിത്രത നിറഞ്ഞതാണ്, ദൈവത്തിൻ്റെ ആലയം എത്ര വിശുദ്ധമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം ഇസ്രായേൽ ജനം സമാഗമ കൂടാരം പവിത്രതയോടും വിശുദ്ധിയോടും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബലി അർപ്പിച്ചത്. ഈ കാലഘട്ടത്തിലും ദൈവ ആലയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവർ ദൈവാലയത്തെ മലിനമാക്കുകയാണ്. പ്രധാന പുരോഹിതനായ ക്രിസ്തു പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ തന്നെ ജീവൻ വിലയായി നൽകിക്കൊണ്ട് ലോകത്തെ മുഴുവൻ രക്ഷിക്കുകയായിരുന്നു. 46 വർഷമെടുത്ത് നിർമ്മിച്ച ദേവാലയം എന്ന ചിന്തയ്ക്കുമപ്പുറം യേശു തൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചും സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥ വാസസ്ഥലം ഒരു ഭൗതിക കെട്ടിടമല്ല, മറിച്ച് യേശു തന്നെയാണെന്ന്, അതായത് അവിടുന്ന് ദൈവവും ദൈവ ആലയവുമാണ്. ഭൂമിയിലെ യേശുവിൻ്റെ ജീവനുള്ള ശരീരമായ സഭയാണെന്നും ഇത് വ്യക്തമാക്കുകയാണ്. നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും നിരന്തരമായ ആത്മീയ നവീകരണത്തിലൂടെ പാപത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജീവനുള്ള ആലയമാകാനുള്ള ആഹ്വാനമാണിത്. ഈ ആഹ്വാനം സ്വീകരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പ്രത്യാശയുടെ കരുണയുടെ വാക്കുകൾ ദൈവം നൽകുകയാണ്. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ആമേൻ.